ബ്യൂട്ടി ബുട്ടീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ മേക്കപ്പാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പുറത്ത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ മേക്കപ്പ് ചെയ്തതിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. എല്ലാവരും കയറി കണ്ടിട്ട് കമൻറ്റ്സ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളൊരു നല്ല മോയ്സ്ചറൈസർ എടുക്കണം. മോയ്സ്ചറൈസർ ഇപ്പോൾ ഞാനിവിടെ നിവ്യയുടെ ഒരു മോയ്സ്ചറൈസറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഒരു കുറച്ച് ക്വാണ്ടിറ്റി എടുക്കണം. ഈ ഒരു അളവിലൊക്കെ എടുത്താൽ മതിയായിരിക്കും ക്വാണ്ടിറ്റി. എന്നിട്ട് അതിങ്ങനെ നല്ല രീതിയിൽ ഇത് ഫേസിന് മാത്രമുള്ളതാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തത്. ഫേസിൻ്റെ ബേസിൽ പിന്നെ ഞാൻ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കഴുത്തിന് പ്രത്യേകം ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. കഴുത്ത് കുറച്ചും കൂടെ നമ്മൾ ഇപ്പം ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റായിട്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ആണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്നുള്ളത്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സിമ്പിൾ മേക്കപ്പാണ് കാണിക്കുന്നത്. ഇനി അടുത്തത് ഞാൻ മാസിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഫൗണ്ടേഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്, ഇങ്ങനത്തെ. അപ്പം ഇതിനകത്ത് ഞാൻ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ചെടുത്താൽ മതി. ഇത് ഭയങ്കര അത്യാവശ്യം നല്ല ഒരു ഫൗണ്ടേഷൻ, ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഫൗണ്ടേഷനാണ്. പിന്നെ നമ്മളിങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ബ്ലെൻഡ് ചെയ്യാനായിട്ടൊക്കെ. ഇതാണൊക്കെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് അവനവൻ്റെ സ്കിന്നിന് എന്തൊക്കെ ചേരുമെന്നുള്ളത് സ്വയം നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ പ്രോഡക്റ്റ്സൊക്കെ നമ്മൾ ഉപയോഗിക്കാനൊക്കെ. അതൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചോണം. മറ്റുള്ള ഇപ്പം ഞാനാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിന് ചേരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാവരുടെ സ്കിന്നിൻ ടൈപ്പ് ഒരുപോലെയല്ല. നിങ്ങളുടെ സ്കിന്ന് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം മേക്കപ്പ് ചൂസ് ചെയ്യാനായിട്ടൊക്കെ. ഇപ്പം കോമ്പിനേഷൻ സ്കിന്നുള്ള എനിക്ക് കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ അതുപോലെ കോമ്പിനേഷൻ സ്കിന്നുള്ളവർ ഡ്രൈ സ്കിന്ന് അങ്ങനെയൊക്കെ ഒരുപാട് സ്കിൻ ടോണും സ്കിൻ ഇതുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കഴിയുന്ന ചെവിയിലൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കാൻ നോക്കണം കേട്ടോ, ഒരു ഫിനിഷിങ്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കുറച്ച് ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കണ്ണിൻ്റെ വേണമെന്ന് നമുക്ക് ഈ എന്താണ് അല്ലാതെ വാങ്ങാൻ കിട്ടും ഷെയ്ഡൊക്കെ. പക്ഷേ എനിക്കെന്തോ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമാണ്. ഞാൻ കഴിയുന്നത് ഇതങ്ങ് അപ്ലൈ ചെയ്യാനാണ് നോക്കുന്നത്. കാരണം അത് നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കാം. ബ്ലഷൊക്കെ ചെയ്ത് പ്രത്യേക രസമായിരിക്കും അതൊക്കെ. ബ്ലഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ പോകണേ. സ്മഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ സ്മഡ്ജൊക്കെ അങ്ങ് പോകും. ഇപ്പം സെറ്റായി. ഇനി നമുക്ക് വേണ്ടുന്നത് കണ്ണെഴുതണം. അതിന് നമ്മൾ ഇപ്പോൾ ഞാനിവിടെ ഒരു ഡാസ്ലറിൻ്റെ ഒരു ചെറിയ ലെയറാണ് എടുത്തേക്കുന്നത്. നമുക്ക് കൂടുതൽ എനിക്കിഷ്ടം ഐക്കോണിക്കിൻ്റെ കാതിലാണ്. പിന്നെ അതിപ്പം തപ്പിയപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ കണ്ണെഴുതുന്നത് നമ്മളെപ്പോഴും ഈ കോർണറിൽ നിന്ന് തുടങ്ങി ഈ കോർണറിലേക്ക് എഴുതണം. വളരെ ശ്രദ്ധിച്ച് എഴുതണം കണ്ണെഴുതുമ്പോൾ, കാരണം സ്പ്രെഡാവും പെട്ടെന്ന്. ഇങ്ങനത്തെയൊക്കെ ആകുമ്പോഴേ സ്പ്രെഡാവും പെട്ടെന്ന്. ഇതൊക്കെ തന്നെ ഇപ്പോഴത്തതും എഴുതി കൊടുക്കുക. അപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ തലയും കൂടെ കെട്ടി കൊടുത്താൽ മതി. നമ്മളങ്ങനെ ഹെയർ സ്റ്റൈലൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഹെയർ നമ്മൾ നന്നായിട്ട് തന്നെ കോംബ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം കോംബ് ചെയ്തിട്ടേക്കും ആയിരുന്നു. കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലുക്ക് വൈസ് ഏകദേശം സെറ്റായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുറത്തൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നൊരു കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്. അപ്പം നമുക്കിനി ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പാണ്. നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഉള്ള ഒരു സിമ്പിൾ മേക്കപ്പാണ് നമ്മളിന്ന് ചെയ്തത്.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.